ഗൈസ്, ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. എൻ്റെ പല്ലിലെ കമ്പി പറിക്കണം എന്നാണെന്ന് ഇന്ന് ഡോക്ടർ പറയും. സോ ഫൈനലി ഞാൻ അങ്ങോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഒരു 4 വർഷത്തെ വിരാമത്തിന് ശേഷം ഞാൻ ഇട്ടുകൊണ്ടുള്ള ലിപ്സ്റ്റിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ടോസ്റ്റഡ് ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്. എനിക്കാണെങ്കിൽ ഞാനിത് ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് ഇത് തീരാറായി ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഡീപ്പ് ടോണർക്കും ചേരും. ഒരു നല്ല ബ്രൗൺ ഡീപ്പ് കളർ ലിപ് ലൈനർ വെച്ചാൽ അടിപൊളിയായിരിക്കും. മസ്റ്റ് ട്രൈ ആണ്. അതിനുശേഷം ഞങ്ങൾ നേരെ കമലയിലോട്ട് പോയി. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര നൈസ് കുർത്തിയാണ്. വേറെ കളേഴ്സൊക്കെ ഉണ്ട്. കുർത്താസ് ഇടാൻ ഇഷ്ടമുള്ളവർ വാങ്ങിച്ചു. നല്ല ഔട്ട്ഫിറ്റാണ്, നല്ലതാണ് കേട്ടോ. അതിനുശേഷം നേരെ ദന്തിസ്റ്റ് അടുത്തോട്ട് പോയിട്ട് ഡോക്ടർ പറഞ്ഞു, ഗംഗാ നമുക്ക് ഇന്നിളക്കാം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സന്തോഷത്തിൽ നേരെ ഞാൻ വീട്ടിലത്തേക്ക് പ്ലം കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇത് ക്രിസ്മസിൻ്റെ തലേദിവസം നടക്കണേ. ആംബ്രൂസിയിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് പ്ലം കേക്ക് വാങ്ങിച്ചു. കാരണം ലൈക്ക് അവിടെ സാമ്പിൾസ് തരും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഒരു പ്ലം കേക്കും പിന്നെ അല്ലാതെ കുറച്ച് കുറിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ മീനാക്ഷിയോടെ നേരെ ലുലുലോട്ട് പോയി. ബിക്കോസ് ഞങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളെ കാണാൻ ഒരാൾ വരും. അങ്ങനെ ഒരാൾ വന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ ഒരു 4-5 പേര് വന്നു. സോ അങ്ങനെ മീറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ നേരെ തലപ്പാക്കട്ടിയിൽ പോയി ബിരിയാണി കഴിച്ചേ. 65 ബിരിയാണി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിഷ്ടം മറ്റേ ചിക്കൻ ബിരിയാണിയാണ്. സോ ഇറ്റ്സ് ഓക്കേടാ. അങ്ങനെ ഞാൻ 65 ബിരിയാണിയെ കഴിച്ചു. നേരെ സിവാമയിലോട്ട് പോയി. ബിക്കോസ് മീനാക്ഷിയെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ നോക്കി ഞങ്ങൾ നേരെ ഇത് ഡൈസോ ജപ്പാനിലോട്ട് പോയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്ന. അപ്പോൾ മിനീസോ പോലത്തെ ജപ്പാനിലെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളും കുറേ സാധനങ്ങൾ ഭയങ്കര വിലക്കുറവുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര വിലക്കുറവൊന്നുമില്ല. പക്ഷെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഞാനൊരു വാട്ടർ ബോട്ടിലും വാങ്ങിച്ചു. അതിന് ശേഷം എൻ്റെ പൂച്ചയെ കളിക്കുക ഒരു ചാളമീൻ, ഒരു ബണ്ണ്, അങ്ങനെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു കോഫി കുടിച്ചേ. ഞങ്ങളെല്ലാം ഞാൻ മീനാക്ഷിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കോഫി കുക്കീസും പിന്നെ ഞങ്ങൾ സൺഗ്ലാസ് കട്ടി കയറിയാണ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഈ സൺഗ്ലാസ് ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് പറയാം. 2 സൺഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ലുലുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത്, ഞാൻ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. സീരിയസ്ലി നിങ്ങൾ വിശ്വസിക്കാനാണ്, ഞാനും വിശ്വസിക്കില്ല. കാരണം ഞാൻ അഡ്മിഷൻ എടുക്കും, ഞാൻ 1 ദിവസം പോവും, 3 ദിവസം പോവും, പിന്നെ വിരിച്ചൊന്ന് കിടക്കും. അതായത് ഇതാണ് എൻ്റെ ജിം ട്രെയിനർ ദീപുവിൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനുള്ള ഒരു ഗെറ്റ് റെഡി ഞാനുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ദീപുവിൻ്റെ സത്യം കഴിച്ച് ഇത്രയും വലിയൊരു വിപുലീകരിച്ച ജിമ്മൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. കാരണം തെങ്ങി കയറാനുള്ള മെഷീൻ പോലത്തെ സാധനം, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ എങ്ങനെയെന്നറിയോ, മൈ ഗോഡ്, അങ്ങനെ ആയിപ്പോയി ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ക്ഷീണം കാരണം ഞങ്ങൾ രാജാ തട്ടുകടയിൽ പോയി തട്ടടിച്ചിട്ട് പോകണം. ബൈ.